കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഇനി വന്നേ വന്നേ മോളെ, വാ വാ മോളെ. ഞാൻ എത്ര ഭാഗ്യം ചെയ്തവളാ. നീ എന്റെ സാരിക്ക് പുതിയ ജീവിതവും പുതിയ ജന്മവും കൊടുത്തു. നിന്നോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. നിർത്തമ്മേ, ഒന്ന് നിർത്തമ്മേ. അമ്മേ, എന്താ ഇത്? അമ്മേ മതി, അമ്മേ മതി. അമ്മ നിർത്തമ്മേ, എനിക്ക് മതിയായി. എനിക്ക് ഈ സന്തോഷം ഒട്ടും അടക്കം കഴിയുന്നില്ല കാർത്തികൻ. നിനക്ക് ഒരുപാട് ടാലന്റ് ഉണ്ട്. നിന്റെ ഈ കയ്യില് ഒരുപാട് കഴിവുണ്ട്. നീ ഒരു സാധാരണ പെണ്ണല്ല, സാക്ഷാൽ തങ്കമാണ്. സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദേവതയാണ്. ഒരുപാട് താങ്ക്സ് അമ്മേ, ഒരുപാട് താങ്ക്സ്. എടി ഭാവനെ, നീ ഈ വീട്ടിലെ മൂത്ത മരുമകളാ. എന്നിട്ട് എന്ത് ഗുണാ ഉള്ളത്? ഈ ചെറിയ കുട്ടി കാർത്തികയെ കണ്ടു പഠിക്ക്. ആരോട് എങ്ങനെ പെരുമാറണമെന്ന് മനസ്സിലാക്ക്. ഇനി കാർത്തിക പറയുന്നത് പോലെ കേട്ടോണം. എടി വസു, ഇത്രയും നാള് ഏളെ മരുമകളെന്ന് പേരുണ്ടായിരുന്നല്ലോ നിനക്ക്. ഇനി മുതൽ ആ പേര് നിനക്കില്ല. അത് കാർത്തികയ്ക്ക. ഇവളാ എന്റെ ഇളയ മരുമകൾ. കാർത്തിക ഏൽപ്പിക്കുന്നു. ഇതാണ് സീൻ. എങ്ങനെയുണ്ട് ആന്റി? ഞാൻ വേറൊരു സീന് കാണുന്നുണ്ടല്ലോ. അതെന്താ ആന്റി? അങ്ങോട്ട് നോക്ക്. അമ്മേ, അമ്മയുടെ സാരി. എടി മരം മണ്ടി കഴുതേ, നീ എന്താ ഈ ചെയ്തു വെച്ചിരിക്കുന്നേ? നിനക്ക് ഞാൻ തന്ന സാരി ഏതാ? നീ എനിക്ക് തിരിച്ചു തന്ന സാരി ഏതാ? നിന്നോട് ഞാൻ ഏത് ഡിസൈൻ ഇടാൻ പറഞ്ഞേ? നീ ഇതാകെ നശിപ്പിച്ചു വെച്ചല്ലോ. എന്റെ സെന്റിമെന്റ് സാരിയെ സെന്റിമീറ്റർ സാരിയാക്കി ഉടുക്കാൻ പറ്റാത്ത വിധം ആക്കിയല്ലോ. അദ്ദേഹം എനിക്ക് തന്ന ആദ്യത്തെ സമ്മാനം അത്. നീ അത് പാഴാക്കിയല്ലോടി. നിന്നെ അങ്ങനെയൊന്നും അല്ല അമ്മേ, ഞാൻ നല്ലതുപോലെ ഡിസൈൻ ചെയ്തേ. എങ്ങനെ? നീ എവിടുത്തെ ഫാഷൻ ഡിസൈനറാ? ചുവരിലടിച്ച മരക്കുറ്റി പോലെ.
ഗോൾഡ് മെഡലിസ്റ്റോ? നീ വെറും കാക്കപ്പൊന്നാടി, കാക്കപ്പൊന്ന്. നല്ല നീളത്തിന് നാക്ക് മാത്രമേ ഉള്ളൂ. നിനക്ക് ഈ വീടിന്റെ അധികാരം വേണം അല്ലേ? ജോലിയും ചെയ്യാൻ അറിയില്ല, വാചകം മാത്രമേ ഉള്ളൂ. വാ ഭാവനെ, ഇങ്ങോട്ട് വാ. നീ ഭാവനെ കൊണ്ട് പഠിക്കടി. എപ്പോഴും അടുക്കള തന്നെ ഉണ്ടാവും. ആവശ്യത്തിനല്ലാതെ ഒരു വാക്കുപോലും പറയാറില്ല. എത്ര ഡയലോഗ് കൊടുത്താലും ഒരു സീൻ മുഴുവൻ ജൂനിയർ ആർട്ടിസ്റ്റിനെ പോലെ നിർത്തിയാലും അഡ്ജസ്റ്റ് ചെയ്ത് സ്വന്തം അഭിനയത്തിൽ മാത്രം ശ്രദ്ധിക്കുന്നതല്ലാതെ നീ ഓരോന്ന് ചെയ്തു കൂട്ടുന്ന പോലെ വെറുതെ ഓവർ ആക്ഷൻ ഒന്നും കാണിക്കാറില്ല. ഈ വസുവിനെ നോക്ക്. കാഴ്ചയിൽ ആരും പേടിക്കുന്ന ഒരു കണ്ണിങ് വില്ലത്തെ പോലെ ഇരിക്കും. പക്ഷേ ഇവൾ ശരിക്കും ഒരു ഹീറോയിനാ, നല്ലൊരു പെർഫോമറാ. സംസാരിച്ച് നമ്മളെ കരയിപ്പിക്കും, സംസാരിച്ച് നമ്മളെ ചിരിപ്പിക്കുകയും ചെയ്യും. മരുമകൾ എന്ന് പറഞ്ഞ ഇവളാ. ഇവളാണ് എന്റെ ഇളയ മരുമകൾ. ആ സ്ഥാനം എന്ന് ഇവൾക്കായിരിക്കും. എത്ര മരുമക്കൾ ഇനി വന്നാലും ഇവളായിരിക്കും എന്റെ ഇളയ മരുമകൾ. ഏട്ടത്തി, തണ്ണാങ്ക് തക്കച്ചെണ്ണ തണ്ണാങ്ക് തക്കച്ചെണ്ണ തണ്ണാങ്ക് തക്കച്ചെണ്ണ താ തളാങ്ക് തക്കച്ചെണ്ണ തളാങ്ക് തക്കച്ചെണ്ണ തളാങ്ക് തക്കച്ചെണ്ണ താ തളാങ്ക് തക്കച്ചെണ്ണ താ തളാങ്ക് തക്കച്ചെണ്ണ തളാങ്ക് തക്കച്ചെണ്ണ തളാങ്ക് തക്കച്ചെണ്ണ തളാങ്ക് തക്കച്ചെണ്ണ താ ലക്കല കല 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 കല. എന്താ ഏട്ടത്തി പറഞ്ഞേ? ഇവള് വലിയ ഫാഷൻ ഡിസൈനർ ആണെന്നോ? ഫേമസ് കോളേജിൽ പഠിച്ചവളോ? ഗോൾഡ് മെഡൽ വാങ്ങിയോളോ? എന്റെ സാരിയെ പുതിയ സാരിയാക്കി തരുമെന്നോ? ഇപ്പൊ കണ്ടോ ഞാൻ നിന്നെ പുത്തൻ സുമംഗലിയാക്കുന്നത്. എണീക്കുന്നുണ്ടോ അതോ ഇല്ലയോ? എഴുന്നേക്കുന്നോ ഇല്ലയോ എന്നാ ചോദിച്ചേ. ദൈവമേ, അമ്മേ. എന്താ ആന്റി, സൗണ്ട് ഒക്കെ കേൾക്കുന്നു? അതെന്തോ ശബ്ദം അല്ലടി, നിന്റെ അമ്മായി നിന്നെ എന്നെ മാറി മാറി അടിക്കുന്ന ശബ്ദാ കേട്ടെ. എന്താ ആന്റി, അമ്മ നമ്മൾ രണ്ടുപേരും അടിച്ചെന്നോ? യു മീൻ മാൻ ഹാൻഡ്ലിംഗ്? എന്ത് മലയാളത്തിൽ പറഞ്ഞാൽ നിനക്കിപ്പോ എന്താ? നീയും നിന്റെ ഉണക്ക് ഇംഗ്ലീഷും ആലോചിച്ച് നോക്കുമ്പോ ഇങ്ങനെയാണെങ്കിൽ ഇത് നടന്നാൽ എന്തായിരിക്കും? നമ്മുടെ ശരീരത്തിലെ എല്ല് ബാക്കി ഉണ്ടാവില്ല. നിന്റെ അമ്മായി എല്ല് സൂപ്പ് ഉണ്ടാക്കി കുടിക്കും നമ്മളെ.
ഇരിക്കുക ആന്റി. ആവശ്യമില്ലാതെ ഇങ്ങനെ പേടിപ്പിക്കല്ലേ. അങ്ങനെയൊന്നും സംഭവിക്കില്ല. ഇങ്ങനെ തന്നെ സംഭവിക്കും. ഞാൻ പറയുന്നത് കേക്കടി. ഇതോടെ ഇതങ്ങ് വിട്ടേക്ക്. മര്യാദയ്ക്ക് എടുത്തിയുടെ കാലിൽ പോയി നമുക്ക് വീഴാം. കയ്യിൽ ഇത്രയും വലിയ ആർട്ട് ഇരിക്കുമ്പോ കാലിൽ പോയി വീഴാനോ? നെവർ. എന്നെ കൊണ്ടാണെങ്കിൽ ഏട്ടത്തെ അടിക്കുന്നത് താങ്ങാൻ പറ്റും. നിന്നെ കൊണ്ടത് പറ്റത്തില്ല മോളെ. ഞാൻ പറയുന്ന നീ ഒന്ന് കേൾക്ക്. ആന്റി എന്നെ വെറുതെ പേടിപ്പിക്കല്ലേ. ആദ്യം ആന്റി പുറത്തേക്ക് പോയേ, എനിക്കിവിടെ ജോലിയുണ്ട്. നിന്നെ ഞാൻ എങ്ങോട്ട് പോവാനാ? എന്നെ കൊണ്ട് പറ്റത്തില്ല. അയ്യോ, ഹാളിൽ പോയി ഇരിക്കുക ആന്റി. അവിടെ നിന്റെ അമ്മായി ഇരിപ്പുണ്ട്. ഉണ്ടെങ്കിൽ എന്താ? സാരിയെ കുറിച്ച് എന്നോട് ചോദിക്കല്ലോ. ഈവനിങ് ആവുമ്പോ റെഡിയാവുന്ന് പറഞ്ഞേക്ക്. ആ, അപ്പോ നാളെ നമ്മുടെ ശവമായിരിക്കും കാണാൻ പോന്നല്ലേ? അയ്യോ, എന്നെ ഡിസ്റ്റർബ് ചെയ്യാതെ പോകുന്നുണ്ടോ ഇവിടുന്ന്? അങ്ങനെയല്ല മോളെ, മനസ്സില് ഒരുപാട് പേടിയുണ്ട്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ പോവാം. ആ അമ്മ, അവിടെ നിന്റെ അമ്മ എന്ത് ചെയ്യാണോ എന്തോ. അയ്യോ അമ്മേ, അയ്യോ എടി, നമ്മള് ചത്ത് കഴിഞ്ഞ പ്രേതാവുമ്പോ ഇങ്ങനെയായിരിക്കും എന്നാ തോന്നേ. അയ്യോ അയ്യോ. ഭാവനെ, എല്ലാം റെഡിയായോ? 10 മിനിറ്റെല്ലാം റെഡിയാവോമേ. വേഗം ആയിക്കോട്ടെ മോളെ. ഓഫീസിലേക്ക് കൊടുത്തുവിടാനുള്ളതല്ലേ? അതുപോട്ടെ, കാർത്തിക എവിടെ? അവള് അമ്മയുടെ സാരി ഡിസൈൻ ചെയ്യണം തോന്നുന്നു. ശരിയാണല്ലേ, ഞാൻ മറന്നുപോയി. എന്തായാലും കാർത്തിക ഉത്തരവാദിത്തമുള്ളോളാം. ഒരു ജോലി ഏറ്റെടുത്താ അത് മാത്രമേ ശ്രദ്ധിക്കൂ. ഭാവനെ, നാളെ നീ ഏത് സാരി ഉടുക്കാൻ പോകുന്നേ? അത് ഞങ്ങളുടെ കല്യാണത്തിന് അന്ന് ഉടുത്ത സാരിയല്ലേ അമ്മേ, അത് ഉടുക്കാന്നാ വിചാരിക്കുന്നത്. ആ സാരി നിനക്ക് നന്നായിട്ട് ചേരും. പ്രത്യേകിച്ചും അതിന്റെ മുന്താണിയില് അരയന്നത്തിന്റെ ഡിസൈൻ ഉണ്ടായിരുന്നില്ലേ? അതുള്ളത് കൊണ്ട് ആ സാരിക്ക് ഭംഗിയുണ്ട്. അല്ല, അത് ഡിസൈൻ ചെയ്തത് ആരാ? ഒരു പ്രാവശ്യം വീട്ടിലേക്ക് വിളിക്ക്. എന്റെ സാരിക്കും ആ ഡിസൈൻ തന്നെ വേണം. അത് പിന്നെ അമ്മേ, എന്താ വസുവിനെ നോക്കുന്നേ? അവൾക്കും ആ ഡിസൈൻ വേണമെന്നുണ്ടോ? ആ ഡിസൈൻ ചെയ്തത് തന്നെ വസുവാണമ്മേ. എന്താ, നീയാണോ ഡിസൈൻ ചെയ്തേ? ഈവൻസ് ഒക്കെ ചെയ്യും, ഡാൻസ് ചെയ്യും, പാട്ട് നന്നായിട്ട് അറിയാം, ക്രിക്കറ്റ് അറിയാം, വീട്ടുജോലി, ഓഫീസ് ജോലി എല്ലാം ചെയ്യും. ഇതെല്ലാം പോരാഞ്ഞ് സാരി ഡിസൈൻ ചെയ്യാനും അറിയാം. വസുവിന് ഒരുപാട് കാര്യങ്ങൾ അറിയാമേ. അവളൊരു മൾട്ടി ടാലന്റഡ് വുമൺ ആണ്. ഇതെല്ലാം നീ എപ്പോഴാ പഠിച്ചത് വസു? ചെറിയ പ്രായം തൊട്ടേ ഓരോന്നൊക്കെ കണ്ടും കേട്ടും പഠിച്ചതാ. അത് നല്ല കാര്യായി. പെൺകുട്ടികളായ എല്ലാം അറിഞ്ഞിരിക്കണം. എന്നാലും കാർത്തികയെ പോലെ നീ പ്രൊഫഷണൽ അല്ലല്ലോ. അവള് കോളേജിലൊക്കെ പോയി പഠിച്ചിറങ്ങിയതല്ലേ. എന്തായാലും ഡിസൈനർ ആണല്ലോ. അവരുടെ ആർട്ട് സാധാരണ പഠിച്ചവർക്ക് കിട്ടില്ലല്ലോ. ശരിയല്ലേ ഭാവനെ? ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അമ്മ പറഞ്ഞത് കറക്റ്റ് തന്നെയാ. വസു, നിനക്ക് സമയം കിട്ടുമ്പോ കാർത്തികയുടെ അടുത്ത് പോയി അത് പഠിക്കണം. ശരി അമ്മേ. കാർത്തിക ഇന്ന് വൈകുന്നേരം ആവുമ്പോഴേക്കും ഡിസൈനൊക്കെ പൂർത്തിയാക്കുമല്ലോ അല്ലേ? പെട്ടെന്ന് തീരും അമ്മേ. അതെ, നിനക്ക് വസുവിന്റെ കയ്യിലല്ലാതെ കാർത്തികയുടെ കയ്യിൽ കൊടുത്തു ഇനി ഡിസൈൻ ചെയ്യാലോ. അത് വൈകിട്ട് ആ സാരിയുടെ ഡിസൈൻ കണ്ടിട്ട് പറയാമേ. അതെന്താ അങ്ങനെ പറയുന്നേ? എന്നുവെച്ചാ കാർത്തിക നന്നായി ഡിസൈൻ ചെയ്യില്ലെന്നാണോ? അയ്യോ, ഞാൻ അങ്ങനെയല്ലമ്മേ ഉദ്ദേശിച്ചത്. അവള് അമ്മയുടെ സാരി ഡിസൈൻ ചെയ്യണതിൽ ബിസി അല്ലേ. എന്റെ സാരി ഞാൻ അത് കഴിഞ്ഞിട്ട് കൊടുത്തോളാം. ഓ, അങ്ങനെയാണോ? കാർത്തിക എന്റെ സാരി ചീത്തയാക്കില്ലല്ലോ. ആ സാരിക്ക് എന്തെങ്കിലും സംഭവിച്ചാ ഏട്ടന്റെ മുഖത്ത് എനിക്ക് നോക്കാനേ പറ്റില്ല. അത് തന്നെ എന്റെയും പേടിയമ്മേ.
അങ്ങനെയൊന്നും വരില്ല. നിങ്ങൾ വെറുതെ ടെൻഷൻ അടിക്കണ്ട. അതുമല്ല, സുമംഗല ഏട്ടത്തി കാർത്തികയെ പറ്റി പറഞ്ഞതല്ലേ, അവര് പറഞ്ഞ എനിക്ക് വിശ്വാസമാ. ഏട്ടത്തി ഒരിക്കലും കള്ളം പറയില്ല. ആ സാരി നന്നായിട്ട് വരും. ഇപ്പൊ തന്നെ എല്ലാം പൊളിഞ്ഞനെ ചേച്ചി. എന്തിനാ അമ്മയോട് അങ്ങനെയൊക്കെ പറയാൻ പോയേ? എന്താന്ന് അറിയില്ല വസു, ടെൻഷനില് സത്യം പറഞ്ഞു പോയതാ. കുറച്ച് സമയത്തിനുള്ളിൽ അമ്മയെ കൂടെ ടെൻഷൻ അടുപ്പിച്ചില്ലേ? ഇപ്പോഴത്തെ ടെൻഷൻ വിട്ടേക്ക്. ശരിക്കുള്ള ടെൻഷൻ വൈകിട്ടല്ലേ തുടങ്ങാൻ പോണേ. ചേച്ചി വെറുതെ ആവശ്യമില്ലാതെ പേടിക്കുന്നെ. കാർത്തിക എന്നെ പോലെയല്ല. അവള് കോളേജിലൊക്കെ പഠിച്ചിട്ടുള്ളതാ. അവള് പ്രൊഫഷണലാ. സാരി അവള് സൂപ്പറായിട്ട് ഡിസൈൻ ചെയ്യും. നോക്കിക്കോ. നീ അമ്മയുടെ മുന്നിൽ ഇങ്ങനെ കളിയാക്കോ? അയ്യോ, ഞാൻ കളിയാക്കി പറഞ്ഞതല്ല ചേച്ചി, സത്യമായിട്ടും പറഞ്ഞതാ. നീ വെള്ളയെല്ലാം പാലെന്ന് വിചാരിക്കുന്ന മണ്ടിയാ. അവളുടെ മുഖം കണ്ടിട്ട് അവൾക്ക് അത്രയും ടാലന്റ് ഉണ്ടെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? സത്യത്തിൽ അവൾ നിന്നെ പോലെ അല്ല. എല്ലാ കാര്യങ്ങളും അറിയായിട്ടും അടക്കം ഒതുക്കത്തോടെ നീ കാമായിട്ടാ ഇരിക്കുന്നത്. ഒന്നും അറിയാൻ പാടില്ലാത്ത കാർത്തിക ജാട കാണിക്കാൻ വേണ്ടി വായിട്ട് അലച്ചോണ്ടിരിക്കോ. നോക്കാം വൈകിട്ട് എന്താ സംഭവിക്കാൻ പോകുന്നേന്ന്. അയ്യോ, ഏട്ടത്തി എന്റെ നേരെയാണല്ലോ വരുന്നേ. ഏട്ടത്തി, എന്താ ഏടത്തി? എന്താ വിയർക്കുന്നത്? എന്തു പറ്റി? അത് ഒന്നല്ല ഏടത്തി, എന്റെ ചെറിയ മരുമകൾ എവിടെ? തലയിൽ എണ്ണ തേച്ചോണ്ടിരിക്കുക. എന്താന്ന്? അതായത് ഏട്ടത്തിയുടെ സാരിയില് വളരെ ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്യുന്നുണ്ടെന്നാ പറഞ്ഞത്. അതെയോ? അവൾക്ക് ജോലിയില് നല്ല ശ്രദ്ധയാ. ജോലി കഴിഞ്ഞ ഉടനെ അവളുടെ അവസാനമായിരിക്കും. ഡിസൈനിങ് എങ്ങനെയുണ്ട് ഏട്ടത്തി? ഡിസൈനിങ് ഒക്കെ വളരെ നന്നായിട്ടുണ്ട് ഏടത്തി. എനിക്കറിയാം ഏട്ടത്തി, നിങ്ങൾ റെക്കമെൻഡ് ചെയ്തുകൊണ്ട് എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. ഒറ്റയടിക്കൊന്നും അങ്ങനെ ഉറപ്പിക്കണ്ട ഏടത്തി. അതെന്താ അങ്ങനെ? അത് പിന്നെ കാർത്തിക, അത് എന്റെ പ്രതീക്ഷയ്ക്കനുസരിച്ചുള്ള ഡിസൈനിങ് ആണോ ചെയ്യുന്നത്? ഏട്ടത്തി അങ്ങനെയാണോ വിചാരിച്ചിരിക്കുന്നേ? ചെയ്യും. എന്താ ചെയ്യാത്തെ? എന്തൊക്കെ പറഞ്ഞാലും ഗോൾഡ് മെഡലിസ്റ്റ് അല്ലേ? ആവശ്യമില്ലാതെ ഞാൻ കുഴി വെട്ടി. ഇനി ഏട്ടത്തി ആ സാരി കാണുമ്പോ എന്നെ ആ കുഴിയിലേക്ക് തള്ളിയിടും തോന്നുന്നു. ഏട്ടത്തി, കാർത്തികയെ ഡിസ്റ്റർബ് ചെയ്യണ്ട. അവൾ ആവശ്യത്തിന് സമയം എടുത്തോട്ടെ. സാരിക്ക് ഭംഗി ഉണ്ടാവണം. ഉണ്ടാവുമല്ലോ അല്ലേ? ആർക്കറിയാം. എന്താ ഏട്ടത്തി? അത് പിന്നെ എടുത്തി, സാരി എത്ര ഭംഗിയായിരിക്കും ഇപ്പൊ എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. സാരിക്ക് കുഴപ്പമില്ലല്ലോ. ഇതുവരെ കുഴപ്പമൊന്നുമില്ല. ഇനി എങ്ങനെ ഇരിക്കോ എന്തോ. ഏട്ടത്തി എന്താ പറയുന്നേ? അത് ഡിസൈനിങ്ങിന്റെ ഭംഗി വർണ്ണിക്കാനാവുന്നില്ല അല്ലേ? അതന്നെ. മണ്ടി ഏട്ടത്തി, ചോദ്യവും ചോദിക്കും, ഉത്തരവും ഇവരെന്നെ പറയും. എനിക്ക് ഒരുപാട് സന്തോഷമായി ഏട്ടത്തി. അന്ന് അദ്ദേഹത്തിനോട് ആഭരണം വേണമെന്നാ പറഞ്ഞത്. അദ്ദേഹം എനിക്ക് സാരിയാ കൊണ്ടുവന്നത്. അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്തു. എന്റെ സന്തോഷം കണ്ട് അദ്ദേഹത്തിന് സന്തോഷമായി. ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ഇന്നത്തോടെ എല്ലാം മറന്നോളും. ഏട്ടത്തി എന്താ ഇങ്ങനെ പറയുന്നേ? ഓ, ആ ദിവസങ്ങൾ കാർത്തിക ഓർമ്മയെന്ന് മായ്ക്കുമെന്നാണോ പറയുന്നേ? എന്തായാലും അത് സെന്റിമെന്റ് സാരിയാ. എങ്ങനെ അത് മറക്കാൻ പറ്റും? അന്നത്തെ ദിവസവും ഇന്നത്തെ ദിവസവും എല്ലാം എന്റെ ഓർമ്മയിൽ തന്നെ ഉണ്ടാവും. ഉറപ്പായിട്ടുണ്ടാവും ഏടത്തി. എന്താന്നറിയില്ല, ഏട്ടത്തിയുടെ വാക്ക് കേൾക്കുമ്പോ വൈകുന്നേരം എപ്പോഴാണ് ആവുക? ആ സാരി എനിക്ക് എപ്പോഴാ കാണാൻ കഴിയുക? ആ സാരി ഉടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ മുമ്പിൽ നിൽക്കുന്നത് എപ്പോഴാ? ശരിക്കും ഞാൻ എക്സൈറ്റഡ് ആണ്. ആ സാരി ഉടുത്ത് എന്നെ കാണുമ്പോ അദ്ദേഹത്തിന് സന്തോഷാവും. എന്നെ നോക്കി നിന്നുപോവും. എന്റെ ദൈവമേ, എത്രയോ തവണ ഞാൻ ഈ വീട് നശിച്ചു പോണെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. ആദ്യമായിട്ടാ
വൈകുന്നേരം ആവരുതേന്നും സൂര്യൻ അസ്തമിക്കരുതേന്നും ഞാൻ പ്രാർത്ഥിക്കുന്നത്. അഖിൽ, ഇത്ര വേഗത്തിൽ എങ്ങോട്ടാ പോകുന്നത്? ഏയ് ഒന്നുമില്ല എടുത്തി. നീ എന്താ വല്ലാതിരിക്കുന്നേ? അങ്ങനെയൊന്നും ഇല്ല എടുത്തി. പിന്നെന്താ നീ വേർക്കുന്നത്? അത് എന്താന്ന് അറിയില്ല. അല്ല, നിന്റെ ഏട്ടൻ എവിടെ? പുറകിന്ന് വന്നോണ്ടിരിക്കുക. അതെന്താ പുറകേന്ന് വരുന്നേ? എന്ന് നിങ്ങൾ ഒരുമിച്ചല്ലേ വരുന്നത്? എടുത്തി, നമുക്ക് പിന്നീട് സംസാരിക്കാം. എന്ത് പറ്റി അഖിൽ? പ്ലീസ് എടുത്തി. അഖിലിന് എന്ത് പറ്റി ചേച്ചി? അതാ എനിക്കും മനസ്സിലാവാത്തത്. അവനെന്തോ ടെൻഷൻ ഉണ്ടെന്ന് തോന്നുന്നു. അതെ, എപ്പോഴും കൂളായിട്ടാ ഇരിക്കുന്നെ. അവനങ്ങനെ ടെൻഷനൊന്നും അടിക്കാറില്ല. ഇന്ന് എന്തു പറ്റിയെന്ന് മനസ്സിലാവുന്നില്ല വസു. എന്തെങ്കിലും പ്രശ്നം സംഭവിച്ചിട്ടുണ്ടാവോ? അങ്ങനെ എനിക്ക് തോന്നുന്നത്. എന്തായിരിക്കും സംഭവിച്ചത്? ഞാൻ ചോദിച്ചിട്ടും അവനൊന്നും പറഞ്ഞില്ല. ഒന്ന് നിർബന്ധിച്ച് പറയിപ്പിക്കാമായിരുന്നില്ലേ? എത്ര വലിയ പ്രശ്നമാണെങ്കിലും അഖിൽ ആദ്യം എന്നോടേ വന്ന് പറയാറുള്ളൂ. അങ്ങനെയുള്ളവൻ എന്നോട് പറയാതെ പോണമെങ്കിൽ അതെന്ത് കാര്യമായിരിക്കും എന്തോ. ഞാൻ ഏട്ടനെ വിളിച്ച് കാര്യം ചോദിക്കട്ടെ? അബിക്ക് ചിലപ്പോ കാര്യം അറിയില്ലായിരിക്കും. ശരി, എന്നാ അച്ഛനോട് ചോദിക്കാം നമുക്ക്. അബിക്ക് അറിയില്ലെങ്കിൽ പിന്നെ അച്ഛൻ അറിയാൻ യാതൊരു വഴിയുമില്ല. എന്നാലും അഖിലിന് ഇത്ര ടെൻഷൻ എന്താ? കാർത്തിക, വാതിൽ തുറക്ക. ഇവൻ പെട്ടെന്ന് എത്തിയല്ലോ. കാർത്തിക, വേഗം ഡോർ തുറക്കാൻ. ഇവനെന്താ ഇത്ര ദേഷ്യത്തിൽ കഥകില് തട്ടുന്നേ? അവളെന്താ കഥക് പൂട്ടിയിരിക്കുന്നേ? കാർത്തിക, നീ ഡോർ തുറക്കുന്നോ ഇല്ലയോ? കാർത്തിക, കാർത്തിക, നിന്നോടാ ഞാൻ പറഞ്ഞ ഡോർ തുറക്കാൻ. നീ എന്താ പൊട്ടിയാണോ? ഇവളെന്താ കഥകങ്ങ് അടച്ചു കളഞ്ഞത്? അഖിലിന്റെ പ്രശ്നം എന്താന്ന് മനസ്സിലാവുന്നില്ലല്ലോ. അതെ ചേച്ചി, പറയാൻ പറ്റാത്ത എന്തോ ഒരു പ്രശ്നമുണ്ട് അവന്. അഖിലിന്റെ പ്രശ്നോ? അതും പറയാൻ പറ്റാത്ത പ്രശ്നോ? എത്ര വലിയ പ്രശ്നമാണെങ്കിലും എന്റെ അടുത്ത് പറയേണ്ടതാണല്ലോ. ചേച്ചിയോട് പോലും പറയുന്നില്ലെങ്കിൽ പിന്നെ അവൻ ആരോടാ പറയാ? എന്നോട് പറയും. എടാ കൊച്ചുമോനെ, കാർത്തികേ, കഥക് തുറക്ക്. എടാ കൊച്ചുമോനെ, കാർത്തികേ, കഥക് തുറക്ക്. ഞാനാ കാർത്തികേ, ഞാനാടി നിന്റെ ആന്റി. കഥക് തുറക്ക് മോളെ. കഥക് ലോക്ക് ചെയ്തിട്ട് രണ്ടും കൂടി ഉള്ളിൽ എന്ത് ചെയ്യാ? അഖിലിന് ഇത്ര വലിയ എന്ത് പ്രശ്നം?